തർക്കത്തിലൊന്നുമില്ല. സന്തോഷം. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കും. കാസ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇത് ഒരു രാഷ്ട്രീയക്കാരന്റെ കപട മുഖം വെളിപ്പെടുത്തുന്ന ദൃശ്യമാണ്. വിഷയം മുനമ്പത്തെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത തന്നെയാണ്. വഖഫ് നിയമം ഏകദേശം ഭേദഗതി നിയമം പാസ്സാക്കുമെന്നൊക്കെ ഉറപ്പായതോടെ ചില ആൾക്കാർ ഇങ്ങനെ രംഗത്ത് വരികയാണ്. എന്തായാലും അദ്ദേഹത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അവിടെയുള്ള ആൾക്കാർ വിട്ടിട്ടുണ്ട്. അതിലെ ചില പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കാൻ ഞങ്ങൾക്ക് കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ MLA-നോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഈ ദിവസം ഈ വിരൽത്തുമ്പിൽ മാത്രമല്ല ഞങ്ങൾക്ക് അധികാരമുള്ളത്, അല്ലാത്ത ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികാരമുണ്ട് ചോദിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉണ്ട്, എന്നാൽ സാറ് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട വ്യക്തിയാണല്ലോ, അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നുള്ളൂ. പോപ്പിനെ പറ്റി അങ്ങനെ പറയാമോ സാറിന്? ഒട്ടും യോഗ്യതയില്ല പോപ്പിനെ പറ്റി പറയാനായിട്ട്. അങ്ങനെ യോഗ്യതയില്ല സാറിന്. അത്രയും വലിയതായിട്ടില്ല സാർ. അല്ല, ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം. തർക്കത്തിലൊന്നുമില്ല. സന്തോഷം. ഞങ്ങൾക്കില്ല സന്തോഷം. മാപ്പ് പറയണം. സാറ് ഒരു കാര്യത്തിന് ഇഷ്ടപ്പെടില്ല. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കുന്നത്. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന കാര്യം. ഇപ്പൊ ഈ 127 ദിവസം കാത്തിരിക്കണമെന്നില്ലേ സാറിന് ഇവിടെ വരാൻ വേണ്ടി? ഞാൻ ഇതിനു വേണ്ടി വന്നതല്ലല്ലോ. അച്ഛൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതല്ലേ, ഇതിനു വേണ്ടി തന്നെ വന്നതല്ലേ. അപ്പൊ എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വവും സംസ്കാരമാണ്. ഞങ്ങൾ ജയിപ്പിച്ചിട്ട് നേതാവായതുകൊണ്ട് മാത്രം ചോദിച്ചു. അതിന് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ആദ്യത്തെ 2 യോഗങ്ങളിൽ നിങ്ങളെ ഞാൻ അഡ്രസ് ഞങ്ങൾ എത്ര വർഷമായി അറിയാമോ ഞങ്ങൾ ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി അറിയാമോ? നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ, മുകളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റൂല സാറേ. നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ബീച്ച് നിവാസികൾ എന്ന് പറയണ ഇവിടെ ഭയങ്കര തീരദേശ വികസനമൊക്കെ പറയാനുണ്ട്. ഞങ്ങൾക്ക് സമരം കൊണ്ട് മാത്രം ജീവിക്കണ വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് ഈ പള്ളിപ്പറം പഞ്ചായത്തിൽ 1-23 വാർഡിലെ വ്യക്തികൾ. കാരണം ഒരു പാലം സാറിന് അറിയാം അവിടുത്തെ. ഞങ്ങൾ ഈ അടുത്ത ദിവസം സാറിന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനും ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അവിടെ തുരുമ്പിച്ച് കിടക്കണേണ് അവിടെ സാധനങ്ങൾ. അപ്പൊ ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാർ അരിയത്ത് വന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സാറിനോട് തർക്കിക്കാനോ ഒന്നും വന്നതൊന്നല്ല. ഞങ്ങള് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറ്, മനസ്സ് കൂടി കാണിക്കണം. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതി എതിർത്ത് പ്രമേയം പാസാക്കിയവരാണ് ഇവരൊക്കെ. സമരം തുടങ്ങി 120ഓളം ദിവസം അവിടേക്ക് തിരിഞ്ഞുപോലും നോക്കാതിരുന്ന എറണാകുളം MLA-ക്ക് എന്തായാലും നല്ല ഒരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ എന്ത് വന്നാലും ഈ നിയമ ഭേദഗതി പാസ്സാക്കുമെന്ന് ഉറപ്പായതോടെയാണ് പതിയെ അടുത്തുകൂടാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും മുനമ്പം നിവാസികൾക്ക് അഭിനന്ദനങ്ങളാണ് കാസ അറിയിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ തിരിച്ചറിയുന്ന കുറച്ചു പേരെങ്കിലും മുനമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമെന്ന് കാസ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നവർ അവർ വളരെ ചുരുക്കമാണ് എന്ന് പറയേണ്ടി വരും. കാര്യങ്ങൾ അറിയുന്നവർ ബഹുഭൂരിപക്ഷവും, കാര്യങ്ങൾ അറിയില്ല എന്ന് ഒരു കാലത്തും സമ്മതിക്കാത്ത അല്ലെങ്കിൽ നടിക്കുന്നവർ അത് ഒരു ചെറിയ ഒരു ന്യൂനപക്ഷമുണ്ട്. അതും മിക്കവാറും ഉടനെ തന്നെ പൊളിഞ്ഞടങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.